നമസ്കാരം. ഏഷ്യാനെറ്റ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനഃപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇത്തരം വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആഗ്രഹിച്ച ജോലി പെട്ടെന്ന് ലഭിക്കാനും ജോലി സ്ഥിരതയ്ക്കും ആദിത്യ പൊങ്കാല എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറയുമ്പോൾ എല്ലാവർക്കും അറിയാം അല്ലേ, ശിവഭഗവാന്റെ അവതാരമായിട്ട് അല്ലെങ്കിൽ ആദിത്യൻ്റെ അതിദേവതയായിട്ടൊക്കെ നമ്മൾ ശിവഭഗവാനെ പറയാറുണ്ട്. അപ്പം ആദിത്യന് പ്രാധാന്യമുള്ള ആഴ്ചയിൽ ഒരു ദിവസം എന്ന് വെച്ചാൽ ഞായറാഴ്ച ദിവസമാണ്. മലയാള മാസത്തെ ഒന്നുകിൽ ആദ്യത്തെയോ അല്ലെങ്കിൽ അവസാനത്തെയോ ഞായറാഴ്ച. ഒന്ന് സങ്കല്പത്തിൽ ഒന്നുകിൽ മിനിമം 5 അല്ലെങ്കിൽ 9 അല്ലെങ്കിൽ 12, അതായത് ഒരു വർഷം മാസങ്ങളിലാണ് നമ്മൾ ചെയ്യുക. 5 എന്ന് വെച്ചാൽ 5 മാസം, 9 വെച്ചാൽ 9 മാസം, 12 മാസം. മലയാള മാസത്തിൽ ആദ്യത്തെയോ അവസാനത്തെയോ ഞായറാഴ്ച 1 എന്ന കണക്കിലാണ് ആദിത്യ പൊങ്കാല ഇടുക. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഇടാൻ പറ്റുന്നൊരു പൊങ്കാല വിധാനമാണ് ആദിത്യ പൊങ്കാല എന്ന് വെച്ച് കഴിഞ്ഞാൽ. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഹവനം കഴിക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു മഹായാഗം കഴിക്കുന്ന പോലെയാണെന്നാ പറയുക. ഒരു മനസ്സർപ്പിച്ച് ഒരു സ്ത്രീ ആയാലും പുരുഷനായാലും ഒക്കെ നമ്മൾ ഈ പറഞ്ഞ പൊങ്കാല ഇടുന്നോട് ഉദ്ദേശിക്കുന്നത്. സ്ത്രീകൾ ചെയ്യുന്നൊരു ഹവനമായിട്ട് തന്നെ ഈ ആറ്റുകാല് പോലുള്ള ക്ഷേത്രങ്ങളൊക്കെ പൊങ്കാലയെ എല്ലാവരും നോക്കിക്കാണാറുണ്ട്. അതിൻ്റെ ഒരു ഫലസിദ്ധി എല്ലാവർക്കും ഉണ്ട്. നമ്മൾ ഒരു പൊങ്കാല ഒരു പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഫലസിദ്ധി എന്ന് വെച്ചാൽ അടുത്ത വർഷം വരെയാണെന്നാണ് പറയുന്നത്. വലിയ പൊങ്കാലകളൊക്കെ ഈ ആറ്റുകാല് പോലുള്ള ക്ഷേത്രങ്ങളിൽ പൊങ്കാല ഇടും. അതേസമയം നമ്മൾ ഈ ആദ്യ പൊങ്കാലയൊക്കെ ഇടുമ്പം ഒരു പൊങ്കാല ഇട്ടാൽ 1 മാസമാണ് അതിൻ്റെ ഫലമായിട്ട് പറയപ്പെടുന്നത്. അത് അടുത്ത മാസം ഒന്നും ഇടണമെന്ന് പറയുന്നത്. അപ്പം നമ്മൾ 5 എണ്ണം അടുപ്പിച്ച് നമ്മളതിട്ട് നമ്മൾ ആ എത്ര എണ്ണവും നമ്മൾ ആദ്യം സങ്കല്പിക്കുന്നു, അത്ര എണ്ണമാണ് നമ്മൾ മുഴുവനായിട്ട് ഇടേണ്ടത്. ആദിത്യ പൊങ്കാല ഇടുമ്പോൾ നമ്മൾ ആദിത്യ യന്ത്രം നമ്മൾ ധരിക്കുകയും പൂജാമുറിയിൽ ആദിത്യൻ്റെ ഈ പിത്തളയിലോ ചെമ്പിലോ വെള്ളിയിലോ രൂപം ഉണ്ടാക്കി വെച്ച് അതിൻ്റെ മുമ്പിൽ നമുക്ക് വിളക്ക് കത്തിച്ച് വെച്ച് വേണം നമ്മൾ പൊങ്കാല ഇടാനായിട്ട്. അപ്പോൾ നമുക്ക് പൂജാമുറി പൊങ്കാല ഇടാൻ പറ്റില്ല. അപ്പോൾ വെളിയിൽ നമ്മൾ ശുദ്ധമായ കിഴക്ക് ഭാഗത്തോ എവിടെയെങ്കിലും കിഴക്ക് വടക്ക് ഭാഗത്തോ കിഴക്ക് തെക്ക് ഭാഗത്തോ ശുദ്ധമായിട്ടുള്ള സ്ഥലത്ത് നമ്മൾ ചാണകവെള്ളം കുടഞ്ഞ് ശുദ്ധമാക്കിയ തുളസി തീർത്ഥം തളിച്ച് അല്ലെ അമ്പലത്തിൽ നിന്ന് മേടിച്ച് പുണ്യാഹം തളിച്ച് ശുദ്ധമാക്കിയിട്ട് നമുക്ക് ഹോമകുണ്ഡം കൂട്ടുന്ന പോലെ സങ്കല്പിച്ചാണ് നമ്മൾ സാറിന് അടുപ്പുകല്ല് തന്നെ കൂട്ടുക. ഹോമകുണ്ഡം കൂട്ടുക സങ്കല്പിക്കണം എന്ന് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. നമ്മളവിടെ തീ കൂട്ടിയ ശേഷം വലത് ഭാഗത്ത് നമ്മൾ വിളക്ക് വെച്ച് വിളക്കത്ത് ഗണപതിക്കും എന്തെങ്കിലും വെച്ച ശേഷം നമ്മൾ തീ പിടിപ്പിച്ച് ആദ്യം ഓരോ മാസവും നമ്മൾ മൺകലമാണ് എടുക്കുന്നത് അല്ലെ മൺചട്ടിയാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഓരോ മാസവും ഓരോന്ന് എടുക്കണം. ഒരു പ്രാവശ്യം ഉപയോഗിച്ചത് പിന്നെ ഉപയോഗിക്കാൻ പാടില്ല. നമുക്കതിൽ ശുദ്ധമായിട്ടുള്ള മഞ്ഞപ്പൊടി കലക്കി അല്ലെങ്കിൽ അരിപ്പൊടി കലക്കി എന്തെങ്കിലും കോലമൊക്കെ അതേ വരയ്ക്കാം. മാവിലെയും പ്ലാവിലെയൊക്കെ അതേ കിട്ടുന്നവരുണ്ട്, അല്ല പൂവും മാലയൊക്കെ കിട്ടുന്നവരുണ്ട്, ചന്ദനം പൂശുന്നവരുണ്ട്. എന്ത് തന്നെയായാലും നമ്മൾ ആദ്യം അതിലിട്ട് ഒരു കരിക്ക് അല്ലെങ്കിൽ ഒരു തേങ്ങ പൊട്ടിച്ചൊഴിക്കുകയാണ് ചെയ്യേണ്ടത്. ആ വെള്ളം തിളയ്ക്കുമ്പോൾ ശുദ്ധമായിട്ടുള്ള വെള്ളം ഒഴിക്കുക. ആ സമയം വരെ നമ്മൾ കഴുകി വെച്ച അരി വെക്കണം. അത് ആദിത്യ പൊങ്കാല പായസം ഇടാറില്ല ഞാൻ, അത് പായസമായിട്ട് കൂട്ടാറില്ല, വെള്ളച്ചോറായിട്ടാണ് നമ്മൾ എടുക്കുക. അപ്പോൾ രാവിലെ നമ്മൾ ഷുഗറോ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ എന്തെങ്കിലും ലഘുഭക്ഷണങ്ങൾ എന്തെങ്കിലും കഴിക്കാം. ചപ്പാത്തി അങ്ങനെ ലഘുവായിട്ട് എന്തെങ്കിലും കഴിക്കാം. പേരിന് മാത്രമായിട്ട് മരുന്ന് കഴിക്കാനുള്ളവരും പേരിന് മാത്രമായിട്ട് കഴിച്ചുകൊണ്ട് ഉച്ചയാകുമ്പോഴും നമുക്ക് ഈ വെള്ളച്ചോറം കഴിക്കുക. രാത്രിയിൽ നമുക്ക് ഈ പറഞ്ഞ ചപ്പാത്തിയോ ഉപ്പുമാവോ ഗോതമ്പ് ദോശയോ ഫ്രൂട്ട്സോ പാലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കഴിക്കാം. ഇങ്ങനെയുള്ളവ കഴിച്ച് പിറ്റേ ദിവസം രാവിലെ എണീറ്റ് ആദിത്യനെ തൊഴുത് ആദിത്യനെ കർപ്പൂരം ഒഴിഞ്ഞ് ഭഗവാനെ സങ്കല്പിച്ച് മണിയടിച്ച് നമ്മൾ ഇരിക്കുന്ന രൂപത്തിനെ ഒഴിയുകയും ഭഗവാനെ സങ്കല്പിച്ച് ഭഗവാന്റെ മുഖത്ത് നോക്കി നമ്മൾ രാവിലെ എണീക്കും ഭഗവാനെ കാണുമല്ലോ, ഉദിച്ചു നിൽക്കുന്ന സൂര്യനെ കാണുമല്ലോ, ആ സൂര്യനെ ഒഴിയുകയും ചെയ്ത ശേഷം അവിടെ കിണ്ടിയിൽ വെച്ചേക്കുന്ന തീർത്ഥജലം കുടിക്കുന്നതോടത്തന്നെയാണ് ആദിത്യ പൊങ്കാലയുടെ ഇത് അവസാനിക്കുകയും ആദിത്യവ്രതം തീരുകയും ചെയ്യുന്നത്. നമുക്ക് മേടം 10-ാം തീയതി ആരംഭിക്കുന്ന സമ്പ്രദായമുണ്ട്, തുലാം 10-ാം തീയതി ആരംഭിക്കുന്ന സമ്പ്രദായമുണ്ട്. സ്വതവേ അങ്ങനെ മേടം തുലാം ഒക്കെ പ്രധാനമായിട്ട് പറയുമെങ്കിലും ഇപ്പോൾ ഈ മാസം അടുത്ത മാസം തുടങ്ങിയെന്ന് വിചാരിച്ചും പ്രത്യേകിച്ച് തെറ്റ് ഒന്നും പറയാനില്ല. ഇപ്പം വൃശ്ചിക മാസത്തിൽ നമുക്ക് ഞായറാഴ്ച വേണമെങ്കിൽ തുടങ്ങാം. അപ്പം ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആഗ്രഹിച്ച ജോലി പെട്ടെന്ന് കിട്ടാനായിട്ട് ജോലി സ്ഥിരതയാവാനൊക്കെ ഏറ്റവും സഹായിക്കും. പിന്നെ ആദിത്യ യന്ത്രം ധരിക്കുന്നത് സാമ്പത്തികമൊക്കെ അനുവദിക്കുമെങ്കിൽ നവഗ്രഹ പൂജ അല്ലെ ഗ്രഹശാന്തി കർമ്മം, ഗ്രഹശാന്തി പൂജ, നവഗ്രഹ ഹോമം, ആദിത്യ പൂജ, ആദിത്യ ഹോമം ഇവയൊക്കെ കഴിക്കുന്നത് നമുക്ക് പെട്ടെന്ന് ജോലി കിട്ടാൻ സഹായിക്കും. വിദ്യാഭ്യാസം കഴിഞ്ഞ് നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്കാരും പെട്ടെന്ന് ജോലി കിട്ടാനൊക്കെ ആദിത്യ പ്രീതിയിലൂടെ സാധിക്കുന്നതാണ്. അപ്പം ഇങ്ങനെയുള്ള സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം, അതിനൊക്കെ നമുക്ക് ഉത്തരം തരാം. ഫോണിൽ കൂടെ നമുക്ക് വ്യക്തിഗത കാര്യങ്ങൾ ഡേറ്റ് ഓഫ് ബർത്തും ടൈമും ഒക്കെ വെച്ച് നോക്കുന്നതിനെ സംശയം ചോദിക്കുക എന്നല്ല, പ്രശ്നം നോക്കുക എന്നാണ് പറയുക. അതിന് നേരിട്ട് വന്നു കഴിഞ്ഞാൽ വിശദമായിട്ട് നോക്കി നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരാം. എന്നത്തേക്ക് തൊഴിലാവും, ഏത് ദിക്കി തൊഴിലാവും, എങ്ങനെയുള്ള ജോലി ആയിരിക്കും കിട്ടുന്നത്, തൊഴിൽ തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എല്ലാം വിശദമായിട്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം.
അപ്പം ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.